morning, students. How are you? I hope you are fine. Okay. കുട്ടികളുടെ വീട്ടിൽ ചെടികളും പൂക്കളും മരങ്ങളുമില്ലേ? കുട്ടികൾ ആ ചെടികൾക്കെല്ലാം വളം ഇട്ട് കൊടുക്കാറുണ്ടോ? വെള്ളം ഒഴിക്കാറുണ്ടോ? ആ ചെടി എങ്ങനെയാണ് വളരുന്നതെന്ന് നിരീക്ഷിക്കാറില്ലേ? ഉണ്ടല്ലേ? അതിനെല്ലാം കുറിച്ചുള്ളൊരു പാഠമാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. മണ്ണിൽ നിന്ന് പൊന്നു വിളിക്കാം. റീപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിൽ. കുട്ടികൾ ഈ മുളക് ചെടി കണ്ടോ? കുറേ മുളക് വന്നിട്ടുണ്ടല്ലേ? ഇങ്ങനത്തെ ഒരു ചെടി നമുക്ക് നട്ട് വളർത്താൻ കഴിയില്ലേ? അതെങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം പഠിക്കാം. ആ ചെടികളെ നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാമെന്നല്ലേ നമ്മൾ ഒന്നാമതായിട്ട് പഠിക്കുന്നേ. അതെങ്ങനെയാണെന്ന് പഠിക്കാം. ഒരു ചെടി നടുമ്പോൾ ആ മണ്ണിന് എന്ത് പ്രത്യേകത വേണം എല്ലാം നമുക്കിപ്പോൾ പഠിക്കാം. ആദ്യത്തേതാണ് വളക്കൂറുള്ള മണ്ണ്, ഫെർട്ടൈൽ സോയിൽ. പിന്നെയോ ക്വാളിറ്റി സീഡ്, നല്ല വിത്ത് വേണം, ഗുണമുള്ളൊരു വിത്ത് വേണം. പിന്നെയോ മാനറിങ്, വളം. പിന്നെയോ വെള്ളം, വാട്ടറിങ്. പിന്നെയോ ഫേവറബിൾ ക്ലൈമറ്റ്, കാലാവസ്ഥക്ക് ഇണങ്ങിയ ചെടി നടണം നമ്മൾ. പിന്നെയോ പെസ്റ്റ് കൺട്രോൾ, കീടനിയന്ത്രണം, പുഴുക്കളെല്ലാം ഒന്ന് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ സൂക്ഷിക്കണം ആ ചെടികളിൽ. ഈ 6 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെയാണ്? ഫെർട്ടൈൽ സോയിൽ, ക്വാളിറ്റി സീഡ്സ്, മാനറിങ്, വാട്ടറിങ്, ഫേവറബിൾ ക്ലൈമറ്റ്, പെസ്റ്റ് കൺട്രോൾ. ഈ 6 കുട്ടികൾ എന്തായാലും നോട്ട്ബുക്കിൽ എഴുതില്ലേ? ഇനി നമ്മൾ രണ്ടാമതായി പഠിക്കുന്ന ഒരു സീഡ്സിനെ കുറിച്ചാണ്. കുട്ടികൾ ഈ വിത്ത് കണ്ടോ? കണ്ടല്ലേ? ഇങ്ങനൊരു വിത്തിട്ടാണ് നമ്മളൊരു ചെടി നടുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ചെടി വളരും. പക്ഷേ ഈ വിത്തിന് എന്തൊക്കെ ഗുണങ്ങൾ വേണമെന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയായിരിക്കും? ഒന്നാമത് എന്തായിരിക്കും? പ്ലാന്റ്സ് വിത്ത് ഹൈ ഈൽഡ്, കുറേ കാലം ആ ചെടി ഉണ്ടാവണം. പിന്നെന്താണ്? ഡിസീസ് ഫ്രീ പ്ലാന്റ്, രോഗങ്ങളൊന്നും ഇല്ലാത്ത വിത്ത് വേണം. പിന്നെയോ ഫ്രൂട്ട്സ് ഫോംഡ് മിഡ് സ്പാൻ, വിത്തോ പാകമായ വിത്ത് വേണം. ആദ്യം ഉണ്ടായതുമല്ല, താഴെ ഇങ്ങനെ കറുത്ത ഇങ്ങനെ ആവത്തില്ല, പാകമായ ഒരു വിത്ത് വേണം. പിന്നെയോ സീഡ് ഷുഡ് ഹാവ് പ്രോപ്പർ സൈസ്, കളർ, ഷേപ്പ് ആൻഡ് ലുക്കിംഗ് ഗുഡ് എക്സെട്ര. നമ്മൾ എന്ത് വേണം? അതിനൊരു ഷേപ്പ് വേണം, ഒരു കളർ വേണം, പ്രോപ്പറായ ഒരു കളർ വേണം, ഷേപ്പും വേണം, സൈസും വേണം, ഒരു പ്രോപ്പറായ, കാണുമ്പോൾ നല്ലതാണെന്നും തോന്നണം അല്ലേ? അപ്പോൾ എന്തൊക്കെ പഠിച്ചു? എന്താണ് അത്? ഏതൊക്കെ പോയിൻറ്റ്സാണ് പഠിച്ചത്? നമ്മൾ 4 പോയിൻറ്റ്സ് പഠിച്ചു. എന്തൊക്കെയാണ്? സീഡ് ഷുഡ് ഹാവ് പ്രോപ്പർ സൈസ്, ഷേപ്പ്, കളർ ആൻഡ് ലുക്കിംഗ് ഗുഡ് എക്സെട്ര. പിന്നെയോ പ്ലാന്റ്സ് വിത്ത് ഹൈ ഈൽഡ്. പിന്നെയോ ഡിസീസ് ഫ്രീ പ്ലാന്റ്സ്. പിന്നെയോ അതെ, ലാസ്റ്റത്തെ പോയിൻ്റാണ് ഫ്രൂട്ട്സ് ഫോംഡ് ഇൻ മിഡ് സ്പാൻ. 4 കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ എന്തായാലും നോട്ട്ബുക്കിൽ എഴുതണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പഠിക്കാം. ഓക്കെ, ബൈ. നമ്മുടെ ഇപ്പോഴത്തെ ക്ലാസ് ഇവിടെ കഴിയുകയാണ്. ബൈ.